ദേവസ്വം വിജിലൻസ് ഹാജരാകാൻ പറഞ്ഞാൽ താൻ ഹാജരാകുമെന്ന് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിവാദത്തിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. തന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാം. ശനിയാഴ്ച ഹാജരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ശനിയാഴ്ച ഹാജരാകും. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മീഡിയയെ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. നിങ്ങളത് എന്താ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ. അതുകൊണ്ട് ഒരു പ്രൈവസി, ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താനും അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം. പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ വന്ന് നിന്ന് ശരിക്ക് എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ്സ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എൻ്റെ ഒരു. നമുക്ക് ദിസ്നയിലേക്ക് വരാം. ദിസ്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് വിജിലൻസ് ഹാജരായാൽ കൃത്യമായി ഹാജരാകാൻ തയ്യാറാണ്, അവിടെ കാര്യങ്ങൾ വിശദമാക്കാം, താനിപ്പോൾ ഒരു കുറ്റക്കാരനല്ല, അതുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ തൻ്റെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വെക്കുന്നത്. മറ്റു വിവരങ്ങൾ ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ്, മാധ്യമങ്ങൾ തന്റെ സ്വകാര്യതയെ ഗണ്ണിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയിൽ തനിക്ക് ബോധിപ്പിക്കുവാനുള്ളത് താൻ ബോധിപ്പിക്കും, തനിക്ക് മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയുവാനില്ല, താൻ ഇതിൽ കുറ്റക്കാരനല്ല, തനിക്ക് യാതൊരു തരത്തിലുള്ള ശിക്ഷയും ഇതുവരെ നൽകിയിട്ടില്ല അല്ലെങ്കിൽ വിധിച്ചിട്ടില്ല, താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല തുടങ്ങിയ ന്യായീകരണത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുള്ളത്. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് 1:15 കൂടിയാണ് കരയിറ്റിലെ വീട്ടിൽ ഇദ്ദേഹം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനില്ല എന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അല്പസമയം മുൻപാണ് ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതിൽ വ്യക്തമായി പറയുന്നത് മാധ്യമങ്ങൾ തൻ്റെ പ്രൈവസിയെ ഗണ്ണിക്കരുത്, തനിക്ക് കൂടുതലായി ഒന്നും തന്നെ പറയുവാനില്ല, താൻ അത് കോടതിയിൽ ബോധിപ്പിച്ചോളും, കോടതിയുടെ മേൽനോട്ടത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നും പ്രതികരിക്കുവാനില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിൽ നിന്നൊക്കെ തന്നെയും ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതുവരെ യാതൊരു തരത്തിലുള്ള നോട്ടീസോ മറ്റു കാര്യങ്ങളോ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നുണ്ട് വിനോദ്. അതോടൊപ്പം തന്നെ നോട്ടീസ് ലഭിച്ചാൽ ഹാജരാവും എന്നത് തന്നെ കാര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെ ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. എന്തായാലും നോട്ടീസ് കിട്ടിയാൽ ഹാജരാവും എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് വിനോദ്. ഇതോടൊപ്പം തന്നെ ദിസ്ന സുരേഷ്, മറ്റൊരു കരാറുകാരന്റെ പ്രതികരണവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സ്വർണ്ണപ്പാളി അല്ല, വെള്ളി ആയിരുന്നു ഈ പാളി എന്നുള്ള തരത്തിൽ ഉള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളിയിൽ അത് അറ്റകുറ്റപ്പണി നടത്താനായി കൊടുക്കുന്നു, പിന്നീട് തിരികെ ലഭിക്കുമ്പോൾ അത് നൽകിയ അത്രയും സ്വർണത്തിൻ്റെ അളവ് അതിലില്ല, ഇത് കൃത്യമായി കോടതിയെ അറിയിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത് തുടങ്ങിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു കരാറുകാരൻ പറയുന്നത് ഇത് സ്വർണ്ണപ്പാളി അല്ല, ഇത് വെള്ളിയിൽ നിർമ്മിച്ച പാളിയാണ് എന്നൊക്കെ പറയുന്നത്. സമ്പൂർണ്ണമായി ദുരൂഹതയാണല്ലോ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത് ദിസ്ന. തീർച്ചയായും വിനോദ്, വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന വിവാദങ്ങൾ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നത് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആളുകൾ ദേവസ്വം ബോർഡ് രാജിവെക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ശബരിമലയിൽ ഉണ്ടാകുന്ന നിരന്തരമായ ക്രമക്കേട്, പഞ്ചലോഹ വിഗ്രഹം മുതൽ അതുപോലെ തന്നെ തീർത്ഥക്കുളം വരെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അന്നദാനത്തിൽ ഉണ്ടാകുന്ന
ക്രമക്കേടും അതോടൊപ്പം തന്നെ ഈ അരവണയിലെ പ്രശ്നങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് തന്നെയാണ്. അത്തരത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ നിരന്തരമായി വാക്കുകളിലൊക്കെ തന്നെയും ഒരു മാറ്റം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഇതിന് പിന്നിൽ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്ത ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. യെസ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് തലസ്ഥാനത്തെ കാരറ്റുള്ള വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ വിളിച്ചാൽ താൻ ഹാജരാകുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ദിസ്ന സുരേഷ്.